ഹലോ. ഇന്ന് ഒരു ട്രിബ്യൂട്ടാണ്. അരവിന്ദിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട്. അതായത് എൻ്റെ ഫാദർ ഇൻ ലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് എനിക്ക് സ്പെഷ്യൽ ആകുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം ഒരു ആമുഖത്തോടു കൂടി തന്നെ ഞാൻ ആരംഭിക്കട്ടെ. മദർ ഇൻ ലോസിന് നമ്മൾ എപ്പോഴും ചെറുതായിട്ട് ഒരു വില്യൻ ക്യാരക്ടർ കൊടുക്കാറുണ്ടല്ലോ. ഒരു വില്യനിസം മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. ഇതൊക്കെ പറയുമ്പോൾ ഇത് അയ്യോ ഞാൻ നല്ല മദർ ഇൻ ലോ ആണല്ലോ, എന്നെ പറ്റി ഇങ്ങനെയാണല്ലോ ഈ കുട്ടിയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും പെർസീവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു ഫിനോമിനൽ, നമ്മൾ കണ്ടുവരുന്ന ഫിനോമിനൻ. അതിൽ മദർ ഇൻ ലോ അങ്ങനെ ആകാൻ കാരണം ഡോട്ടർ ഇൻ ലോസിന്റെ പെരുമാറ്റവും കാണാം. ചിലപ്പോൾ അവരും അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മൾ അതിലേക്കല്ല, ആ സൈക്കോളജിയിലേക്കല്ല ഞാൻ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു വാംത്ത്, ഇറ്റ് വാസ് ഫ്രം ദ ഫാദർ ഇൻ ലോ. അത് ഞാൻ പറയാം. അരവിന്ദിൻ്റെ അച്ഛൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തതിന്. ഒരു നല്ല വലിയ പബ്ലിക് സെക്ടർ കമ്പനിയിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ നല്ല ഒരു എഞ്ചിനീയർ പോസ്റ്റിൽ തന്നെയാണ് അദ്ദേഹം റിട്ടയർ ആയത്. സോ ബട്ട് ഹി ഡിഡ്ന്റ് സ്റ്റാർട്ട് ആസ് എൻ എഞ്ചിനീയർ. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ആ ഒരു നിലയിലേക്ക് വളർന്നു വന്നതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അമ്മയെ, അതായത് അരവിന്ദിൻ്റെ അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ 55 ഇയേഴ്സ് ബാക്കുള്ള കഥയാണ് ഞാൻ പറയണേ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്താ പറയുക, പബ്ലിക് സെക്ടർ കമ്പനിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് മനസ്സിലാവുമല്ലോ. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ സ്റ്റാറ്റസ് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണല്ലോ ഇപ്പോൾ പിള്ളേരൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴിയൊക്കെ ചെല്ലുന്നത്. അദ്ദേഹം അന്ന് അവിടെ അവര് ആസാമിലായിരുന്നു കേട്ടോ. ആസാമിലെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവുമ്പോൾ അദ്ദേഹം ആ കമ്പനിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. അവർക്ക് ക്വാർട്ടേഴ്സും പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓയിൽ ആയതുകൊണ്ട് പെട്രോൾ വരെ വേണ്ട. സോ കാർ വാങ്ങിച്ചിട്ടാൽ മതി. അവര് പെട്രോൾ അടിക്കാനുള്ള അലവൻസ്, പെട്രോളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു ഇതിൽ മുകളിലുള്ളവർക്ക് കുറച്ചെന്തോ രൂപയാവുള്ളൂ. പിന്നെ എന്താ പറയണ, ഈ ക്രോക്കറീസ് അതൊക്കെ അന്നത്തെ കാലത്ത് ദിസ് വാസ് മാനേജ്ഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. സോ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ലെവലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന കാരണം വെൻ ഇറ്റ് വാസ് ടേക്കൺ ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ഓൾസോ അതുപോലെ തന്നെ വരാൻ തുടങ്ങി. എങ്ങനെ ആ ഫെസിലിറ്റീസ് ഒക്കെ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ എന്നെ വിവാഹം കഴിക്കാനായിട്ട് അരവിന്ദ് വരുന്ന സമയത്ത് ഇവർ റിട്ടയർ ആയിട്ട് ദേ ഹാഡ് കം ബാക്ക് ടു മാവേലിക്കരയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അപ്പൊ അവിടെയാണ് അവര് വീടെല്ലാം സെറ്റ് ആക്കിയിട്ട്, അച്ഛൻ വീട് വെച്ചിട്ട് ഇവര് എല്ലാവരും ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് തിങ്ങിൽ ഞാൻ ആരംഭിക്കട്ടെ. അപ്പൊ 12 ഇയേഴ്സ് ആയിട്ടോ പപ്പ ഈ ഭൂമുഖത്ത് നിന്ന് പോയിട്ട്. അരവിന്ദിനും എനിക്കുമൊക്കെ അരവിന്ദിനോടുള്ള ആ സ്നേഹം അങ്ങനെ തന്നെ ഇത്തിരി പോലും കുറയാതെ എനിക്ക് തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇറ്റ് വാസ് നോട്ട് ഹിസ് ഫോൾട്ട്, ഇറ്റ് വാസ് മൈ ഫോൾട്ട്. ഇത്തിരി എന്തെങ്കിലും ഞാൻ എതിര് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഹേർട്ടായിട്ടുണ്ട്. ഞാൻ എതിര് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തോടല്ലായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. ഞാൻ ഒരിക്കലും പപ്പായെ ധിക്കരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് വളരെ എന്താ പറയുക, വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ടുള്ള ചടവുകൾ വന്നിരിക്കുന്നത് ദ ഫാമിലി ആസ് എൻ എൻറ്റയർ ഗ്രൂപ്പ് ദേ ഹാഡ് ഇൻസ്റ്റിൽഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് പോയ്സണിങ് ടു ഹിസ് മൈൻഡ്. അത് ഇവിടെ ഞാൻ തുറന്നു പറച്ചിലുകളാണല്ലോ എൻ്റെ പ്രത്യേകത. അപ്പം ഞാനത് വിളിച്ചു പറയും എന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ആളല്ല. ഞാനിത് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുകയോ എന്നോടുള്ള സ്നേഹം കുറയൊന്നുമില്ല. കാരണം ഞാൻ എന്താണെന്നുള്ളത് ഈ ഇത്രയും 10-28 വർഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടെ ഞാൻ എന്താണെന്നുള്ളതല്ലേ. ഇപ്പം കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒരു 5-6 മാസമായിട്ട് എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം വാട്ട് ഐ ആം. സോ ലെറ്റ് മീ ജസ്റ്റ് കണ്ടിന്യൂ. അപ്പോൾ ഈ പപ്പ വന്നിട്ട് ഹി ഗോട്ട് ദിസ് ഗുഡ് ജോബ്. ഈ അമ്മയെ ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോവുകയാണ്. പപ്പയുടെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിലൊരാളുടെ സിസ്റ്ററാണ് ഞങ്ങളുടെ അമ്മ. ഷീ ഈസ് ഓൾസോ ഫ്രം എ വെരി നൈസ്, അമ്മ പറഞ്ഞ അരവിന്ദിൻ്റെ അമ്മ, ഫ്രം എ നൈസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മയെ പോലെ ഗ്രാജുവേറ്റ് ഒന്നുമല്ല. പക്ഷെ വേറെ കുറേ ഹോം മേക്കിംഗ് സ്കിൽസ് ഉണ്ട്, നല്ല ഹോം മേക്കിംഗ് സ്കിൽസ് ഉണ്ട് കേട്ടോ. അത് ജോലിക്ക് പോകണം എന്നില്ലല്ലോ ഒരാൾ എന്താ പറയുക സ്മാർട്ടായിട്ടുള്ള ബിഹേവിയർ കാണിക്കാനായിട്ട്.
പക്ഷെ 10 പൈസയുടെ വിവരം ഇല്ല കേട്ടാ, അത് വേറെ കാര്യം. നല്ലത് പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറെയും പറയണമല്ലോ. അതായത് സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് ഹൗ യു ഷുഡ് പെർസീവ് അതേഴ്സ് ഇമോഷൻ, അതൊന്നുമില്ല. ഈ പപ്പയോട് ഉള്ള ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയും വർഷങ്ങൾ പപ്പയുടെ കൂടെ ജീവിച്ചിട്ട് ആ പപ്പയ്ക്ക് അവരെ ശരിക്ക് കറക്റ്റായിട്ട് ആ അമ്മയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ സംരക്ഷണയിലാണ്, മാവേലിക്കരയിലാണ് താമസിക്കുന്നത്. ഇപ്പം അരവിന്ദ് വന്ന് കഴിയുമ്പം ഞാൻ അവിടെ പോയി നിൽക്കും. അപ്പം ഞാൻ ഐ വിൽ ടേക്ക് ദ വീഡിയോസ് ഫ്രം ദർ, ഐ ഷോ അമ്മച്ചി ഓൾസോ ഇൻ ദാറ്റ്, ഓക്കെ, ഇൻ വൺ ഓഫ് മൈ വീഡിയോസ്. അപ്പോൾ ഇതിൽ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ഇതിലിപ്പോൾ പറയുന്നത് ഈ പപ്പ മരിക്കാനൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ഉള്ള ഒരു ഭാര്യയുടെ ബിഹേവിയർ. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വീട്ടിലെ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതിലുപരി ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് എ ടേക്ക് അവേ ഔട്ട് ഓഫ് ഇറ്റ്. അത് ഒരു സംഭവത്തിലൂടെ പറഞ്ഞാലാണല്ലോ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും. അതെ, അപ്പോൾ ഒരു കമ്പാരിസൺ എന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇത് വീട്ടുക്ക് വാസപ്പടി എന്ന് പറഞ്ഞ പോലെ പല വീടുകളിലും ഇതൊക്കെ തന്നെ നടക്കുന്നതായിരിക്കാം. ഹസ്ബൻഡ് ചുക്കിച്ചുളിഞ്ഞ് ഉള്ള ഒരവസ്ഥയിൽ വരുമ്പോൾ ഭാര്യമാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പം ഈ പപ്പ ഉണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അരവിന്ദ് എന്നാണ്, ARVIND, അരവിന്ദ് മിൽസ് എന്ന് വായിച്ചിട്ടില്ലേ. പപ്പ പറയാണ്, പപ്പ എപ്പോഴും ഈ ട്രെയിനിലാണ് അവർ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലിങ്ങനെ ഓരോ സ്റ്റേഷനിലും അരവിന്ദ് മിൽസിൻ്റെ പരസ്യം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വായിക്കും, അത് സ്പെല്ലിങ് കറക്റ്റായിട്ട് വായിച്ചിട്ട് പറയണം, ഇത് അരവിന്ദ് മിൽസ് എന്ന് എഴുതിയിരിക്കുന്നു, നന്നായിട്ടുണ്ടല്ലോ. എൻ്റെ എനിക്കൊരു മകനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ അരവിന്ദ് എന്നായിരിക്കും പേരിടുക എന്ന് പറഞ്ഞു എന്നോട് വന്ന് പറഞ്ഞാണേ ഞാൻ. അപ്പോൾ എനിക്ക് അപ്പോഴേ ഞാൻ വിചാരിച്ചു, നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, അതിൽ നിന്നും എടുക്കുന്ന ആ ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഐ വാസ് ഇംപ്രസ്ഡ്. കാരണം അങ്ങനെ ഒരാളാണല്ലോ, ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ട്രാവൽ ചെയ്യുമ്പോൾ അതിലെന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ടത് എന്ന് കണ്ടോ. ചെറിയ എക്സാമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ, മോനുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് എഡിറ്റിംഗ് അറിഞ്ഞുകൂടാ ഇതിനകത്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ആ ഫോട്ടോസ് ഞാൻ ഇടാൻ നോക്കിയാണ്. ബട്ട് ഐ വിൽ പുട്ട് ഇറ്റ് ആസ് എ റീൽ കേട്ടോ. ആ റീൽ ഇട്ടിട്ട് ഞാൻ ഇതിനകത്ത് ലിങ്ക്, ആ റീലിൽ നിന്നും ഈ ലിങ്ക് ഇതിലേക്ക് കൊടുക്കും. സോ യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദ റീൽസ്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പപ്പയുടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറുപ്പത്തിലെയുള്ള ഫോട്ടോസും അമ്മയുടെയും അവരുടെ ഫാമിലിയുടെയും. ദാറ്റ് ഐ വിൽ പബ്ലിഷ് ഇറ്റ് ഇൻ മൈ റീൽ കേട്ടോ. ഒരു നല്ല കുടുംബം ഉണ്ടാക്കി എടുത്തേക്കുന്ന ഒരു മനുഷ്യൻ, ഒരൊറ്റ ആളായിട്ട് നിന്ന്. ഇവിടെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഒരു നല്ല ഒരു അമ്മയുണ്ടായിരുന്നു ഇവിടെ. അവിടെ അദ്ദേഹത്തിന് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ അമ്മയെല്ലാം ഒരുപാട് പ്രായമായവരും വളരെ എന്താ പറയുക, ഇത്രയും ഇവിടുത്തെ അച്ഛമ്മയുടെ അങ്ങനെ അത്രയും ഒരു ഡെവലപ്ഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്നും അവർ കരകയറി വന്നു എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ പ്രസക്തമായ ഭാഗം കേട്ടോ എൻ്റെ ടോക്കിൻ്റെ. അപ്പം ഞങ്ങളുടെ പപ്പ ഇങ്ങനെ ജോലിയൊക്കെ കിട്ടിപ്പോയില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ പരിശ്രമം കൊണ്ടാണ്. ആദ്യം ഏതോ ബെർമാഷെൽ എന്ന് പറഞ്ഞ കമ്പനി പോയി, അവിടെ നിന്ന് നല്ല പെർഫോമൻസ് കാരണം അദ്ദേഹത്തിന് വേറെ സ്ഥലത്ത് കിട്ടി. ഡോട്ട്സെൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ എൻ്റെ ഓർമ്മകളാണ് കേട്ടോ. അരവിന്ദിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത്രയും കൂടെ അറിയില്ല, ബിക്കോസ് ഐ യൂസ് ടു ടോക്ക് ടു ഹിം. അതേപോലെ പപ്പ നന്നായി പാടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ O മാധവൻ എന്ന് പറഞ്ഞിട്ട് പപ്പയുടെ കസിൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. O മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ അച്ഛനാണ്. അത് ഞങ്ങളുടെ പപ്പയുടെ കസിനാണ്. മുകേഷ് ചേട്ടൻ്റെ അച്ഛനും അരവിന്ദിൻ്റെ അച്ഛനും സെക്കൻഡ് കസിൻസ് ആണ്. അതായത് അവരുടെ വല്യമ്മ ഇളയമ്മ മക്കളില്ലേ, അതുപോലെ സെക്കൻഡ് കസിൻസ് ആണ്, ഫസ്റ്റ് കസിൻ അല്ല കേട്ടോ. പക്ഷേ ആ അങ്കിളിനെ ഇവർ ഭയങ്കര ഇങ്ങനെ, കാരണം ഹീ ഈസ് എൻ അക്കംപ്ലിഷ്ഡ് പേഴ്സണാലിറ്റി അല്ലേ. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഇതിലുള്ള പാട്ടും നാടകവും ഒക്കെ എവിടെ ഉണ്ടോ അവിടെയൊക്കെ പോകുന്നത്. ഇതെല്ലാം എന്നോട് പപ്പ ഡയറക്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. എവിടെ ഇവരുടെ നാടകം കളിക്കുന്നുണ്ടോ, ഐ തിങ്ക് ഹി വാസ് ഇൻ KPSC അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അവിടെ പോകുമായിരുന്നു. എത്ര രാത്രിയാണെങ്കിലും ബസ്സാണെങ്കിലും ഇവരൊരു ഉത്സാഹ കമ്മിറ്റിയായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരു മാഞ്ചേട്ടൻ, മാധവൻ ചേട്ടൻ, ഇതൊക്കെ തന്നെ കേട്ടോ ഞാൻ കേൾക്കുന്നത് ചെല്ലുമ്പോൾ. ഹി യൂസ് ടു ടോക്ക് വെരി ഹൈ അബൌട്ട് ദം.
കൊല്ലത്താണല്ലോ അവരുടെ വീട്. അദ്ദേഹം മരിച്ചുപോയി. എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്, വിജയകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള വലിയമ്മയുണ്ട്. അവർ വന്നിട്ട് എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ അവരെയൊക്കെ. കൂടുതലും നന്ദനം സിനിമയിലെ ആ 4 ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ കവിയൂർ പൊന്നമ്മേനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള 3 പ്രായമായ ഒരു സ്ത്രീകൾ നിൽക്കുന്നില്ലേ ആ വീട്ടിൽ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അതിലൊരാളാണല്ലോ മുകേഷിൻ്റെ അമ്മ ആയിട്ടുള്ള ആൻറ്റി വിജയകുമാരി. സോ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അപ്പോൾ ആ അങ്കിളിൻ്റെയൊക്കെ ഒരു സ്വാധീനം പപ്പായിൽ ഉണ്ടായിട്ടുണ്ടാവണം. ആ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. പണ്ടത്തെ KPSCയുടെ പാട്ടുകളൊക്കെ എന്നെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സത്യൻ മാഷിൻ്റെ മൂവിയിൽ പപ്പായ്ക്ക് കുറച്ച് സത്യൻ മാഷിൻ്റെ കട്ടുണ്ട് പഴയ ഫോട്ടോയിലൊക്കെ കേട്ടോ. അത് ഞാനിതിലിട്ടാൽ നിങ്ങൾ നോക്കിക്കോളൂ, ചിലർക്ക് തോന്നുമായിരിക്കും. അപ്പോൾ അദ്ദേഹം കുറേ പ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെ ഇരുന്നിരുന്നേന്ന് പറയട്ടെ. ഈ ഇടയ്ക്ക് ഒരു മൂവി വന്നില്ലേ, എന്നാൽ താൻ കേസ് കൊടുന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വന്നില്ലേ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഫേസൊക്കെ മാറ്റി ഭയങ്കര സിമ്പിൾട്ടൺ ആയിട്ട് അഭിനയിച്ച. അതിനകത്ത് ജഡ്ജുണ്ട്, ഒരു ഹിറ്റായ ജഡ്ജ്, പ്രാവിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന. അത് പോയി എടുത്ത് നോക്കുക. അതാണ് ഞങ്ങളുടെ പപ്പ കേട്ടോ. എനിക്ക് പപ്പയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് പറയാതെ വയ്യ. പിന്നെ പപ്പ ഒരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 ആൺമക്കളെ, പെൺകുട്ടീനെ അത് കേട്ടോ നന്നായി സ്നേഹിച്ചിട്ടുണ്ട്. അവർക്ക് 3 മക്കളെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് വെച്ചാൽ, ഇത്രയും ഡിസിപ്ലിൻഡ് ആണല്ലോ. ഇത്രയും ഡിസിപ്ലിൻഡ് ആണ് ആ 2 ആൺകുട്ടികളെ എസ്പെഷ്യലി വിളിച്ചു പറയണം. കാരണം പെൺകുട്ടിക്ക് ഡിസിപ്ലിൻ ഓക്കെ, അത് ഒരു ഫെമിനൈൻ ട്രേറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാം. എന്നാലും ഡിസിപ്ലിൻ അല്ലാത്ത കുട്ടികളുണ്ട്, ഡിസിപ്ലിൻഡ് ആണ് അവർ. അത് അമ്മയുടെയും ഉണ്ടാകാം, പക്ഷെ ഈ അച്ഛനെ കണ്ടാണല്ലോ ആൺമക്കൾ പഠിക്കുക. അന്നത്തെ കാലത്ത് ഇവിടുത്തെ കസിൻസൊക്കെ അവർ പറയുന്നതാണ്, 50 ഇയേഴ്സ് ഒക്കെ ബാക്ക് ഇവർ 2-3 വയസ്സൊക്കെ ഉള്ള ആൺകുട്ടികളെ കൊണ്ടുവരുന്നത് ഷൂസൊക്കെ ഇടിച്ച് ടൈയൊക്കെ കെട്ടി അപ്പപ്പ അങ്ങനെയാ അവരെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറയുക. എല്ലാ ആഴ്ചയും എന്തോ കടലെണ്ണയായിട്ട് അങ്ങ് തേച്ച് മിനുക്കുവന്ന് 2 പേരെയും, 2 ആമ്പിള്ളേരെയും. കുഞ്ഞു മോളായിരുന്നപ്പോൾ മോളെയും ഒക്കെ നല്ല പോലെ കുറേ നേരം അത് പിടിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് കസർത്തുന്നാണല്ലോ എന്ന് പറയാ, എക്സസൈസ് ചെയ്യിപ്പിക്കും. അരവിന്ദ് പറയുക നല്ല ഫുഡ്, ഇതേവർ മീറ്റ് ഈറ്റേഴ്സ് അല്ലേ, അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ആണല്ലോ. സോ ദാറ്റ്സ് വൈ ആരെങ്കിലും കേൾക്കുന്നവർ നോൺ വെജ് അല്ലെങ്കിൽ ക്ഷമിക്കുക. അവർ മട്ടൺ മസ്റ്റായിരുന്നു, നന്നായിട്ട് മട്ടനൊക്കെ കൊടുക്കും. ഈ ചെറുപ്പത്തിലെ കുട്ടികളെ വളർത്തുമ്പോഴേ നന്നായിട്ടുള്ള ആഹാരം കൊടുക്കുന്നത് അത് അവരുടെ ആ ഒരു ഹെൽത്ത് ഡെവലപ്പ് ആവാനായിട്ട്, അത് വളർന്ന് 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 ഡെവലപ്പ് ആയിക്കോളും എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഞാൻ പറയണേ. 3 പേർക്കും അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിസിക്കാണ് കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടത്. ഒരുപാട് വണ്ണമില്ല എന്നാൽ നല്ല ഫിസിക്കായിട്ടുള്ള ആൾക്കാരില്ലേ, അതുപോലെ. അച്ഛൻ പപ്പ വന്നിട്ട്, അച്ഛന് ഞാൻ ഇവിടെ എൻ്റെ അച്ഛനെ പറയുന്നുണ്ട്, ഞങ്ങൾ പപ്പായെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മുടി ഇങ്ങനെ നല്ല പോലെ മസാജൊക്കെ ചെയ്തു കൊടുക്കും ഈ കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് അവരെ ടെന്നീസ് കളിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ പപ്പായ്ക്ക് കുറച്ച്, ഈ അമ്മ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും, നന്നായി കുക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഫെമിന അതുപോലെ വിമൻസ് ഇഡ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട് കേട്ടോ, അത് അന്നേ അവർ വരുത്തുമായിരുന്നു. സോ എന്നിട്ട് അതിനകത്ത് കാണുന്ന റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കി പപ്പയ്ക്ക് കൊടുക്കും. ബിക്കോസ് അവിടെ ഗ്യാസ് ഫ്രീ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ഗ്യാസ് പോലും വന്നിട്ടില്ല ആ സമയത്ത് കേട്ടോ, 1960s. അതായത് നമ്മളുടെ കേരളത്തിലെ നമ്മുടെ വീടുകളിലൊന്നും ഗ്യാസ് ഇല്ല. ഒരുപാട് ബുദ്ധിമുട്ട് ഏറിയ സമയങ്ങളായിരുന്നു അന്നൊക്കെ. എല്ലാവരുടെ, ഈവൻ ഓൾ റിച്ച് പീപ്പിൾ ദേ ഹാഡ് ടു യൂസ് മറ്റേ ഫയർവുഡ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമിലൊക്കെയാണല്ലോ എല്ലാവരും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വീട് നല്ല വലിയ വീടായിരിക്കും, പക്ഷെ പുറത്തായിരിക്കും കുക്ക് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, കരി അടുക്കളയിൽ പിടിക്കാതിരിക്കാൻ പുറത്ത് വെക്കുമായിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ പഴയ വീടായിരുന്നപ്പോൾ അടുക്കളയിൽ ഒരു മൂലയ്ക്ക് ചിമ്മിനി, ആ ചിമ്മിനിയിലാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. ഗ്യാസ് വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതിനൊക്കെ എന്തോ തെറിച്ച് ഈ വയറിലൊക്കെ വന്ന് വീഴരുതല്ലോ എന്ന് കരുതി എല്ലാവരും രണ്ടും വേറെ വേറെ ആക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ ഏതോ ഒരു വീട്ടിൽ പുതിയൊരു വീടിൻ്റെ ഹൗസ് വാമിങ് ഇതിൽ കാണിച്ചപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നു ദർ ഇസ് എ ഫയർവുഡ്. പഴയതിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് അവർ, എനിക്കത് മനസ്സിലായി. അതിൽ ഒരു അടുപ്പിൻ്റെ പാചകം വന്നിട്ട് പറയണതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. പാചകത്തിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നു. നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. ആ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ പുറത്താണെങ്കിലും വയറൊക്കെ ഉണ്ടാവില്ല, ആ വയറിലൊക്കെ വല്ലതും വീണാലോ. അതേപോലെ പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കുന്നതും വളരെ സൂക്ഷിച്ച് വേണം.
പുറത്ത് വെക്കുമ്പോഴും ആ പുറത്ത് വെക്കുന്ന സ്ഥലത്തിന് ഒരു ഒരു കോഡോണ്ട് ഏരിയ ആയിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ പഴമയിലേക്ക് തിരിച്ചു പോകുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഈ അടുക്കള പിന്നെയും പഴയ രീതിയിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ പുതിയ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ ഡേഞ്ചറിലേക്ക് മാറാട്ടോ. ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇതായിരുന്നു, ഈ ഗ്യാസ് ആയിരുന്നു അത്ര. അപ്പോൾ ഈ ഗ്യാസിന് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. വലിയ കമ്പി പോലത്തെ വലിയ ഗ്യാസ് അടുപ്പാന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇവിടെ ഹോട്ടലിലൊക്കെ കാണുന്നില്ല ഇങ്ങനെ കത്തുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും സിമ്മിലിട്ടേക്കാൻ എന്തോ ഒരു സേഫ്റ്റി മെത്തേഡ് എന്തോ പറഞ്ഞിട്ടേ. കാരണം എന്താ വെച്ചാൽ അവിടെ എപ്പോഴാ ഗ്യാസ് ലീക്ക് ആവുകയാണെങ്കിലും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണതിന് അത് കത്തിപ്പോയിക്കോളും, സിമ്മിലിടുള്ളൂ എന്ന്. അത് അമ്മ പറഞ്ഞാട്ടോ. അതാണോ അതിന്റെ നോംസ് എന്ന് എനിക്കറിയില്ല. അരവിന്ദിന്റെ അമ്മച്ചി പറഞ്ഞത് അങ്ങനെയായിരുന്നു അവിടെ നിന്ന്. സോ ദാറ്റ് അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അത് അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്ലാൻ ചെയ്യുന്ന എന്തോ. ദേ ഹാവ് സം സിസ്റ്റം ഫോർ ദിസ് ക്വാർട്ടേഴ്സ് ഒക്കെ. അപ്പോൾ ഈ ഇതിനകത്ത് വരുന്നത് കാരണം എല്ലാം അങ്ങ് ഉണ്ടാക്കും അത്ര നന്നായിട്ട്. അതിനകത്ത് ബേക്കിംഗ് ചെയ്യണ സാധനമൊക്കെ ഉണ്ടായിരുന്നു, അവനൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അത് അമ്മ ഇതിലൊക്കെ നോക്കി പല പല രീതിയിലുള്ള കേക്ക്, എന്താ ഫ്രൂട്ട് കേക്ക്, അത് എല്ലാം ഉണ്ടാക്കും. ഭയങ്കര രസമാണ് അമ്മ ഉണ്ടാക്കുന്നതെല്ലാം കഴിക്കാനായിട്ട്. അതിനൊരു പോയിന്റ് പറഞ്ഞോട്ടെ, വീട്ടിലുണ്ടാക്കി കൊടുത്തുകൊണ്ടായിരിക്കും കേട്ടോ ഇവർക്ക് കൂടുതൽ ഹെൽത്ത് ആയിട്ടുള്ളത്. പക്ഷെ ഇവരെൻ്റെ അടുത്ത് വന്ന് പറയാനേ, കുറേ വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം എനിക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ ബ്രെഡ് ഇങ്ങനെ അവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുവരും, ഇങ്ങനെ ബൈക്കിലാണ് കൊണ്ടുവരണേ, ഇങ്ങനെ പുറകിലൊരു ഇതൊക്കെ വെച്ചിട്ട്. അത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര കൊതി അത്ര. പക്ഷെ അത് വാങ്ങിക്കേയില്ലായിരുന്നു ഒന്ന് വീട്ടിൽ. കാരണം ഇവിടെ കേക്കല്ലേ മേടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ വേണമെന്ന് എന്തിനാ പറയാഞ്ഞപ്പോൾ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പറയണ വാങ്ങിക്കൂലേ. എന്താണാവോ നമ്മളൊന്നും ആവശ്യപ്പെടാറില്ല. അതാണ് കണ്ടോ, ഈ മക്കളൊന്നും ആവശ്യപ്പെടാറില്ല. ആകെ കൂടെ അവർക്ക് വേണ്ടത് ചിക്കനും മട്ടനും ചോറും മീനും. ഇതാണ് വീട്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് അമ്മയാണെങ്കിൽ നല്ല കുക്കുമാണ്. നാട്ടിലെ പലഹാരം ഉണ്ടാക്കാൻ അറിയാം. ഫ്രൈഡ് ഐറ്റംസ്, ചിപ്സ്, ബനാന ചിപ്സ് ഒക്കെ ഇല്ലേ വീട്ടിലിങ്ങനെ ഫ്രൈ ചെയ്ത് വലിയ ഇങ്ങനെ പാത്രം കണ്ടിട്ടുണ്ട്, പാട്ട പോലത്തെ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ട്. അതിലിങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് ടിൻസ് എന്നാ പറയാം. അതിലിങ്ങനെ നിറച്ച് വെക്കുമെന്ന്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പൂഴ്ത്തി വെക്കുമെന്ന് അമ്മ. അതായത് ഇവർ കാണാതിരിക്കാൻ. ഈ കുട്ടികൾ 3 എണ്ണവും നടന്ന് തിന്നും, അതുകൊണ്ട് എടുത്തു വെക്കും എവിടെയെങ്കിലുമൊക്കെ മാറ്റി എന്നൊക്കെ അരവിന്ദ് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരാളുടെ ശമ്പളത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദേ വെർ വെരി ലാവിഷ്. അപ്പോൾ കാരണം ഈ വീടിൻ്റെ കറണ്ട് ബില്ലടയ്ക്കേണ്ട, വീടിൻ്റെ ടെലിഫോണിൻ്റെ ബില്ലടയ്ക്കേണ്ട, പിന്നെ ഗ്യാസ് ബില്ലടയ്ക്കേണ്ട, പെട്രോളിന് കാശ് വേണ്ട, സോ വാടക വേണ്ട. ഇത്രയും കാശല്ലേ ഒരു സാധാരണക്കാരൻ്റെ സാലറിയിൽ നിന്ന് പോവുക. അപ്പോൾ പിന്നെ ഫുഡിന് മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അതും അവർ വെരി ലാവിഷ്. പിന്നെ ഈ കുട്ടികളെ പഠിക്കുന്നതും എല്ലാം സാധാരണ നല്ല സ്കൂൾസിലാണ്. പക്ഷെ ഈ CBSE അങ്ങനത്തെ സ്കൂളിലൊന്നും അധികം ശമ്പളമൊന്നും ഇല്ലല്ലോ. ഈ എന്താ പറയുക, ഫീസൊന്നും ഇല്ലല്ലോ, കേന്ദ്ര വിദ്യാലയം അങ്ങനെയുള്ളിടത്ത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അവിടെ നന്നായി പഠിക്കുന്ന ആൾ, മിടുക്കൻ എന്ന് പറയാം കേട്ടോ. ഹി വാസ് എന്താ പറയുക, ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ് ഇതിൽ മാത്സിൽ, എൻജിനീയറിങ്ങിനൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ആ സമയത്ത് നന്നായി പഠിച്ചുകൊണ്ട് പോകുന്നതും ആ ടൈമിൽ ഈ അച്ഛൻ ഈ മോനുണ്ടായ സമയത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡ് ആണല്ലോ ഫസ്റ്റ് മോൻ ഉണ്ടായ സമയത്ത്, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു അത്ര, ഇനി ഞാൻ സിഗരറ്റ് വലിക്കില്ല. എൻ്റെ നന്നായി സിഗരറ്റ് പുകയ്ക്കുമായിരുന്നു. ഈ പുകവലി ഞാൻ നിർത്തുകയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി. എൻ്റെ മകൻ അത് കണ്ടിട്ട് വലിക്കാൻ പാടില്ല. എൻ്റെ മകനോട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരവും വേണം. ആലോചിച്ച് നോക്ക്, അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു എന്ന് അമ്മയും പറയൂ കേട്ടോ. അതൊക്കെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് കുറച്ച് അരമണിക്കൂർ ഉണ്ടാവും കേട്ടോ, എന്നാലാണ് എനിക്ക് ഫുൾ ഒരു ഫ്ലോയിൽ തീർക്കാൻ പറ്റുള്ളൂ. കേൾക്കണേ. അപ്പോൾ പപ്പ വന്നിട്ട് ആ സിഗരറ്റ് അങ്ങോട്ട് ഷീ ജസ്റ്റ് സ്റ്റോപ്ഡ്. ഒന്ന് ആലോചിച്ച് നോക്കപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹസ്ബൻഡ്സിന് ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ കഥയൊന്ന് പറഞ്ഞു നോക്കൂ. അദ്ദേഹം അത് നിർത്തി. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമ്മൾക്കത് നിർത്താൻ പറ്റുമല്ലേ. നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സൺ. ആ സണ്ണിൻ്റെ മകൻ്റെ സ്വഭാവ രൂപീവൽക്കരണത്തിൽ എനിക്ക് ആസ് എ ഫാദർ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ അന്ന് തന്നെ തിരിച്ചറിയുകയാണ്. അതാണ് ആ അച്ഛൻ്റെ മേന്മ എന്ന് ഞാൻ പറയുന്നത്. ആ അച്ഛൻ്റെ മേന്മയിലാണ് നമ്മൾ എന്താ പറയണത്, ഈ മക്കൾ വലുതായി വരുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അച്ഛൻ അങ്ങനെ മകന് വേണ്ടിയിട്ട് ഇത് ഉപേക്ഷിക്കുന്നു, മക്കളെ നന്നായി വളർത്തിക്കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ടെന്നീസിന്
ഭയങ്കരമായിട്ട് ടെന്നീസ് കളിക്കാൻ ഇത് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ, ഈ പണ്ടത്തെ കാലത്തെയാണെന്ന് പറഞ്ഞാൽ അരവിന്ദ് പറയും ഇവർക്ക് അതിനകത്ത് എടുത്ത് ചാടാനാണ് ഇൻട്രസ്റ്റ്, കുറച്ചു നേരം കളിച്ചിട്ട് അതിൽ പോയി ചാടുമായിരുന്നത്. ഇപ്പോൾ പപ്പ പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഞങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ അത് വലിയ ഒരു 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 അസറ്റാണ്. യു നോ സം ഗെയിം, അതും ടെന്നീസ് പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം അറിയാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അവിടെ അബുദാബിയിൽ. സോ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ടെന്നീസ് കളിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഒരു ലെവലിന് മുകളിൽ നമ്മൾ താമസിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ് ഒക്കെ വേണം. ഐദർ വി ഷുഡ് ബി very well educated, or we should be very successful in something, or we should have good habits and നല്ല ക്യാരക്ടർ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഉന്നതി ഉണ്ടാകും എപ്പോഴാണെന്നറിയോ, ആ ഉള്ളത് നീറ്റായിട്ട് വെക്കുകയും ആ എൻവിറോൺമെന്റിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് വരും. ഞങ്ങളുടെ പപ്പ അങ്ങനെ ഒരു ഉദാഹരണമാണ്. പിന്നെ പപ്പയുടെ ഒരു പാട്ടാണ് ആ സത്യനും മിസ് കുമാരി അല്ലേ, അത് അംബികയാണോ അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലോ പണ്ടത്തെ, കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണെന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, എന്താണ്, അയ്യോ, എല്ലാവരും ചൊല്ലണ് പപ്പ. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പാടി കേൾപ്പിച്ച പാട്ട്. ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിതെല്ലാം പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അതായത് അവരെങ്ങനെയാണ് ജീവിച്ചത്, ഇതെല്ലാം പപ്പയുടെ വാക്കുകളിൽ കൂടി ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അരവിന്ദ് കുറച്ച് പറയും, പപ്പ കുറച്ച് പറയും, അമ്മച്ചി കുറച്ച് പറയും. കൂടുതലും പപ്പയുടെ ടോക്സ് ആണ് എനിക്ക് ഇച്ചിരിയും കൂടെ അടുപ്പവും കാരണങ്ങളും എല്ലാം എനിക്ക് തോന്നിയത്. പിന്നത്തെ ടച്ചിങ് കാര്യം കേൾക്കണോ, എൻ്റെ അടുത്ത് ചോദിച്ചു മോൾക്ക് എത്ര മാർക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം അരവിന്ദ് നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ, അതുപോലെ ആണ് വൈഫ് എന്ന് അറിയാനും കൂടെ ആയിരിക്കുമല്ലോ. എന്തായാലും കഴിച്ചു. അപ്പം ഞാൻ എൻ്റെ SSLC ബുക്ക് എടുത്തുകൊണ്ടേ കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ SSLC ബുക്കിൽ ഇങ്ങനെ നോക്കിയാൽ യു ക്യാൻ സീ 96 ഔട്ട് ഓഫ് 100. എൻ്റെ ഒരു ഹൈലൈറ്റ് മാർക്കാണ് കേട്ടോ അത് 2-3. അത് മാത്സിനുണ്ട്, മലയാളത്തിനുണ്ട്, ഇംഗ്ലീഷിന് 80s ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് കാണും എല്ലാവരും. അപ്പം നോക്കുമ്പോൾ എല്ലാം 80 എബവും 90 എബവും ഒക്കെയാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു മോളെ എന്താണ് വക്കീൽ പഠിക്കാൻ പോയത്. അപ്പം ഞാൻ പറഞ്ഞു പപ്പ എനിക്കൊന്നും കിട്ടിയില്ല, ആ സമയത്ത് എൻട്രൻസ് ഒന്നും എഴുതി കിട്ടിയില്ല, കാശ് കൊടുത്ത് അച്ഛൻ വിടാൻ തയ്യാറുമായിരുന്നില്ല. 100 പവൻ്റെ പൈസയാണ് അന്ന് ഒരു മെഡിക്കൽ സീറ്റിന്. അപ്പം മെഡിക്കൽ സീറ്റ് വാങ്ങിച്ചു തരാനായിട്ട് അച്ഛൻ ഇൻട്രസ്റ്റ് എടുത്തില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. ഞാൻ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമാണല്ലോ. അപ്പം പപ്പ പറഞ്ഞു ഇപ്പം പഠിക്കാൻ ഒക്കുമോ മോളെ. പക്ഷെ എന്തിനാ പപ്പ, ഞാൻ പഠിപ്പിക്കാം, പഠിച്ചോ. എനിക്കുണ്ടല്ലോ ഒരു മകളെ വിവാഹം കഴിപ്പിക്കാൻ നിൽക്കുന്നു അവിടെ. ഞാൻ അവിടെ കയറി ചെന്നിട്ടേ ഉള്ളൂ, ഒരു 2 months ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇത്രയും നല്ല മാർക്കൊക്കെ മേടിച്ച കുട്ടി 12ലെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനും ഉണ്ട് നല്ല മാർക്സ് ഒക്കെ. അപ്പം ഇത് രണ്ടും ഉണ്ട്. പിന്നെ 5 year കോഴ്സ് മെഡിസിന് കിട്ടാൻ എന്താ പ്രയാസം, കുറച്ച് പൈസ കൊടുത്താൽ മതിയെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. എനിക്ക് സത്യം പറയാലോ, പറഞ്ഞല്ലോ, അതാണോ ഒട്ടൻ. അതിപ്പോഴും എൻ്റെ സിസ്റ്ററിലോ ഇന്നാളും കൂടെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇപ്പം മിണ്ടത്തൊന്നുമില്ല, കുറച്ച് ചെറിയ വഴക്കൊക്കെ ഇട്ടിരിക്കുക. എന്നാലും പണ്ട് അന്ന് അതിനൊരു കഥയുണ്ട്. അത് പക്ഷെ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ എന്നെ വെളുപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയില്ല. അതുകൊണ്ട് അതൊന്നുമല്ല, ഒരു ക്യാരക്ടേഴ്സാണ് ഇതെല്ലാം, നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ്. അതിൽ നല്ലതുള്ളത് നമ്മൾ എടുക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി പറയായിരുന്നു ആകെക്ക് മെഡിസിന് പഠിപ്പിക്കാമെന്ന് പപ്പ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഞാൻ പറഞ്ഞു അതെ, ഒരു നൈവായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഒരു മരുമകളെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് അന്നത്തെ കാലത്ത് ഒരു നീക്കിയിരിപ്പില്ലേ. എന്നിട്ടാണ് പറയണത് ഉള്ളത് വെച്ചിട്ട് അവർ പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ ആ അച്ഛൻ്റെ നല്ല മനസ്സ് നല്ലേ നമ്മൾ കാണേണ്ടതല്ലേ. അത് കഴിഞ്ഞ് പപ്പ മരിച്ച ദിവസം ഞാനിങ്ങ് ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ. മരിച്ച് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ കരഞ്ഞായിരുന്നേ. അപ്പം ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് ആരൊക്കെയോ മനോജ് KJ എൻ്റെ വൈഫിനെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ എന്താ ചെയ്തത്. ആ മനോജ് KJൻ്റെ വൈഫ് ഇങ്ങനെ അലമുറയായിട്ടൊക്കെ അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ അവിടെ ചെന്നൊന്ന് ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ആ എക്സ്പ്രഷൻ. അപ്പോൾ എനിക്കും പപ്പയെ ഇഷ്ടമായിരുന്നല്ലോ, ഇവർ കാണിച്ചു കൂട്ടുകയാണോ എന്താ ഇതെന്ന് എനിക്കിങ്ങനെ ഡൗട്ട് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ അവർക്ക് അറിയില്ലായിരിക്കും, ആ ഇമോഷൻസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരിക്കും, എന്താണെന്നറിയില്ല. അതായത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു 5 പൈസ കുറവുണ്ടായിരിക്കും അതിനിങ്ങനെ കൺട്രോളിലൊന്നും ചെയ്ത് ശീലമില്ലാത്ത കുട്ടിയായിരിക്കും. മേ ബി
അവർ സ്നേഹിച്ച് കാണുമായിരിക്കും അല്ലേ അച്ഛനെ. ഞാനിപ്പോൾ പറയുന്നില്ലേ, അപ്പം നിങ്ങൾക്കും തോന്നിക്കൂടെ ഓ ഈ മാഡം ഉണ്ടാക്കി പറയണതാണോന്നോ, അല്ലെങ്കിൽ ആകെ ഉണ്ടാക്കി പറയണതാണോ, ചേച്ചി ഉണ്ടാക്കി പറയുന്നതാണോ എന്നൊക്കെ ആരെങ്കിലും എന്നെ എങ്ങനെ പെർസീവ് ചെയ്യണവരങ്ങനെ വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. ഇത് ഞാൻ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതേ പറയുള്ളൂ. ഇതിൽ എൻ്റെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കൾ, കാരണം ഇത്രയും വർഷമായിട്ട് 50-55 വർഷമായിട്ട് ഐ എം സീയിങ് ദ പ്രോഗ്രസ് ഓഫ് ദെയർ സൺസ് അല്ലേ. അതിനകത്ത് ഉള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, പപ്പ യൂസ് ടു ടോക്ക് ലോട്ട്സ് ടു ലേഡീസ് കേട്ടോ. അത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആരെങ്കിലും ലേഡീസ് നടന്ന് അവരുടെ കോളനിയിൽ നടന്ന് ഇതൊക്കെ തൂക്കിയിട്ട് വരണ്ടെങ്കിൽ കാറ് നിർത്തി കയറ്റി അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ വിടുവത്രേ. അപ്പോൾ അത് ഞങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞു, ഇതൊരു ലേഡീസ് ഓൺലി വർക്കുകളായിട്ട് എഴുതി വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഹി യൂസ് ടു ഡു ദിസ്. അതൊരു ഹെൽപ്പിംഗ് ആകാം. പിന്നെ ഹി യൂസ് ടു ലൈക്ക് ടു ഇങ്ങനെ ഒരു ഹീറോ ആവാൻ ഇഷ്ടമായിരുന്നു. അത് ആ സംസാരമൊക്കെ അങ്ങനെയായിരുന്നു. അതും ആൾക്കാർക്ക് ഇഷ്ടാവില്ല എല്ലാവർക്കും. അതുപോലെയാണ് ഇവർ രണ്ടുപേർക്കും ആ ഒരു ചെറിയ ട്രേറ്റ്. എപ്പോഴും പോയിട്ട് ഇങ്ങനെ ഹീറോ ആയിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. അത് തെറ്റിദ്ധരിക്കാനാണെങ്കിൽ നമുക്ക് തെറ്റിദ്ധരിച്ചാൽ മതി. പക്ഷെ ഇത്രയും വർഷമായിട്ട് ഞങ്ങളും ജീവിക്കുന്നില്ലേ. അപ്പം അതിലുള്ള ചെറിയ നെഗറ്റീവ് ട്രേറ്റ്സ് ഒക്കെ നമ്മളങ്ങോട്ട് മാറ്റുക. നമുക്ക് കുഴപ്പമില്ല. ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും ലൈഫിൽ. അത് നമ്മൾ ബ്രഷപ്പ് ചെയ്ത് അത് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നാലുണ്ടല്ലോ ലൈഫ് സുഖമായിട്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് നെഗറ്റീവ് ട്രേറ്റ്സും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൽ ഉണ്ടാകാം. അത് വന്നിട്ട് ബ്രഷ് ഔട്ട് ചെയ്താൽ മതി. ഇഫ് യു ക്യാൻ ബ്രഷ് ഇറ്റ് ഔട്ട്. ബ്രഷ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ടേക്ക് കൺട്രോൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു ഇത് കളഞ്ഞിട്ട് പെട്ടെന്ന് പോയി അടുത്ത ഒരു ലൈഫിലേക്ക് പോവാം, നമുക്കിപ്പോൾ ഡിവോഴ്സ് ആക്കി കളയാം, അങ്ങനെ പറയണ ആ ഒരു രീതിയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. യു ഷുഡ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ടു മേക്ക് ദാറ്റ് ലൈഫ് ബെസ്റ്റ് കേട്ടോ. ഞങ്ങളുടെ പപ്പ ചെയ്ത പോലെ മക്കളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മക്കളോട് നല്ലപോലെ ബിഹേവ് ചെയ്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോവുക. പപ്പയിടയ്ക്ക് ഡയബറ്റീസ് വന്നു. നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ ഈ ടെന്നീസും ഇതൊക്കെ അങ്ങ് നിന്നല്ലോ. ഇവിടെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പപ്പയുടെ ഡയബറ്റീസ് ഒക്കെ കൂടി. ഹി വാസ് നോട്ട് അണ്ടർ കൺട്രോൾ. ഇവിടെ നല്ല ഫ്രഷ് മീനും ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അമ്മയും നന്നായിട്ടുണ്ടാക്കും, അമ്മയും കഴിക്കും. അങ്ങനെ അവർക്ക് ആ ഒരു ഹെൽത്ത് ആഗ്നൈ ഇവിടെ വന്ന് എന്നെ ഒരാൾ വിളിക്കുന്നു. എൻ്റെ ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ടോ, സോറി. എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ട് ഇവിടെ. സോ നമ്മൾ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് നോക്കാനായിട്ട് ഇവിടെ ശ്രമിക്കണം. ഈ പറഞ്ഞ നാട്ടിൽ വന്നാലും അത് ശ്രദ്ധിക്കാതെ ആയതുകൊണ്ട് പപ്പ മരിക്കുന്നതിന് 6 മാസം മുമ്പ് പപ്പയുടെ കാഴ്ചശക്തി മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു. അതാണ് ഞങ്ങൾക്ക് ഒരു വല്ലാത്ത സങ്കടം. 2 പ്രാവശ്യവും കാറ്ററാക്ട് ഓപ്പറേഷനൊക്കെ ചെയ്തതാണ്. പക്ഷേ മേ ബി ഇത് വന്നിട്ടുണ്ടാകാം, നമ്മുടെ ഡയബറ്റീസ് കണ്ണിൽ പിടിച്ചിട്ട് ബ്ലൈൻഡ് ആകുന്ന അവസ്ഥയുണ്ടല്ലോ, അത് വന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും മദ്രാസിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു, ചെക്കപ്പ് ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യും. അമ്മയും അതെല്ലാം ചെയ്യുന്നുണ്ട്. അമ്മച്ചിയെല്ലാം വളരെ കൃത്യമാണ് കേട്ടോ. ഇപ്പോൾ അമ്മ അത് കാരണം കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും. 81 ഇയേഴ്സ് ആയല്ലോ. പപ്പയ്ക്ക് 81 ഇയേഴ്സ് ആയപ്പോഴേക്കും കണ്ണ് നഷ്ടപ്പെട്ടു, ബ്ലൈൻഡായി. ഇപ്പം ഞാനും അരവിന്ദുമാണ് കേട്ടോ വരുന്നത് എപ്പോഴും. മറ്റവരൊക്കെ ദൂരെയല്ലേ. വരുമ്പോൾ അമ്മ വിളിച്ചു, അമ്മ പറഞ്ഞു ദേ പുറത്തേക്ക് വരൂ, ആകെയും അരവിന്ദും വന്നിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചെല്ലുമ്പോൾ പപ്പയ്ക്ക് മുണ്ടൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അമ്മ എന്തോ ഇങ്ങനെ കാണിച്ച്, ഷി വാസ് ഷോയിങ് ഹെർ ഫേസ് അറ്റ് ദ ടൈം. എന്തിനാ അങ്ങനെ കാണിച്ചതെന്ന് പോലും ഇങ്ങനെ ഉടുക്കുന്നു പറഞ്ഞാൽ ഭയങ്കര റാഷായിട്ട് പപ്പയോട് ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉടുപ്പിച്ച് കൊടുക്കുന്നു. അപ്പോൾ അരവിന്ദ് പറഞ്ഞു മാറി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് നന്നായിട്ട് ഉടുപ്പിച്ചു. അപ്പോൾ പപ്പ പറയണ, അയ്യോ നിങ്ങൾ ആര് വന്നിട്ട് എന്തിനാ, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന്. അതായത് ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ ആ ഒരു അവസ്ഥ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നു, പപ്പയെ നോക്കാൻ ആളെ ഏൽപ്പിച്ചു. ഞാൻ ഫസ്റ്റ് ചെയ്തതെന്നാണെന്നറിയോ, പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അരവിന്ദിൻ്റെ ബ്രദറും വന്നു അടുത്ത ദിവസം. അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. എന്തൊക്കെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണമല്ലോ ഈ അവസ്ഥയ്ക്ക്. അതെല്ലാം നോക്കുന്ന സമയത്ത് പപ്പ ഉപയോഗിച്ചിരുന്ന റൂം ഫുൾ ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാനത് റീഫർബിഷ് ചെയ്തു. പപ്പയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്തായാലും കിടത്തണ്ടേന്ന് പറഞ്ഞിട്ട് പുതിയ കട്ടില്, അവിടെ നല്ല കട്ടിലുകളൊക്കെ കേട്ടോ അച്ഛനും അവിടെ നിന്ന് കൊണ്ടുവന്നത്. അതെല്ലാം പോളിഷ് ചെയ്ത് നന്നാക്കി പുതിയ ബെഡ് വാങ്ങിച്ച്, വാട്ടർ ബെഡ് വാങ്ങിച്ചിട്ട് പിന്നെ കേൾക്കാൻ ഞാൻ ആ സോങ്സ് മേടിച്ചു കൊണ്ടുവന്നു. അന്ന് നമ്മൾ കാസറ്റാണ് കേട്ടോ. ആ കാസറ്റ് ഇട്ടിട്ട് ഞാൻ പാട്ട് വെച്ചു. നല്ല സുഗന്ധം റൂമിലുണ്ടാക്കി. തറയൊക്കെ മറ്റേ ഈ
ഡൈ ഒക്കെ വീണ് കണ്ണറിയാൻ വയ്യാതിരിക്കുന്നതിന് മുമ്പ് മുതൽ ചിലപ്പോൾ പതുക്കെ കണ്ണ് ഇതായിട്ടുണ്ടാവും പറയില്ലേ. ഇവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, സിർ ഢാക്കർ ജീവാണ് കേട്ടോ അവരുടെ മന്ത്രം. അപ്പോൾ അതൊന്നും പറയാതെ ഡൈ എല്ലാം വീണ മൊസൈക്കെല്ലാം ചീത്തയായിരുന്നു. സോ അതെല്ലാം ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഇതൊട്ടിച്ചു. ഒരെണ്ണം ഉണ്ടല്ലോ ഒരു വുഡൻ ഇതുപോലെ തോന്നുന്ന ഒരു റിമൂവബിൾ, ഇത് ഒട്ടിച്ച് ആ റൂം അങ്ങ് വൃത്തിയാക്കി നല്ല കേർട്ടൻസ് വാങ്ങിച്ചിട്ടു. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ടു കെയർ ഓഫ് ഹിം. ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ മനുഷ്യനെ അവിടെ നിർത്തിയിട്ട് പോയി. എവറി 2 വീക്സ് ഞാനും അരവിന്ദും വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോഴേക്കും അരവിന്ദ് വന്നു കഴിഞ്ഞപ്പോൾ അരവിന്ദിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് ജോലിയുണ്ട്, ഞാൻ തിരിച്ചുപോയി. കാരണം പപ്പ സ്റ്റാർട്ടഡ് ഈ ഡെവലപ്പിംഗ് ഈ പറഞ്ഞ ഈ വായുവിൻ്റെ അസുഖം എന്ന് പറയില്ല, അത് തുടങ്ങി. അപ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിലെ ചേട്ടന്മാരെല്ലാവരും കൂടെ പപ്പയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞങ്ങളെ വീണ്ടും വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഒരാഴ്ച നിന്നു. എനിക്ക് മനസ്സിലായി ഇത് ഹോസ്പിറ്റലിൽ ഇട്ടാൽ, ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അവർ വെറുതെ ICUയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ആ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തിനാണ് പപ്പയെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ICUയിൽ ഒരാളെപ്പോലും കാണാനില്ല, കാല് ഒരഞ്ഞൊരഞ്ഞ സൈഡിൽ വീഴാതിരിക്കാനേ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് തൊലിയൊക്കെ പോയിട്ടിരിക്കണോ. ഞാൻ ചോദിച്ചു വീട്ടിലേക്ക് വിടൂ. പോരാ, നിങ്ങളുടെ റിസ്കിൽ കൊണ്ടുപോകണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങളുടെ റിസ്കിലാണ് ഞങ്ങളുടെ പപ്പയെ കൊണ്ടുപോകുന്നത്. അരവിന്ദ് അതൊന്നും പറയാനറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി. ഈ പറഞ്ഞ സെറ്റപ്പ് വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ മനുഷ്യനും ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അരവിന്ദ് സ്റ്റേറ്റ് ബാക്ക് ആൻഡ് ഞാൻ പോയിട്ടോ. പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അമ്മയൊന്നും ആ റൂമിലേക്കേ കയറാറില്ല എന്നാ മനുഷ്യൻ എന്നോട് പറയാം. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഇസ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, നിങ്ങൾ തന്നെത്താൻ പെർസീവ് ചെയ്തോളൂ. അങ്ങനെയുള്ള കഥകൾ. ഞങ്ങളുടെ പപ്പ 2 ആഴ്ച അങ്ങനെ കിടന്നു. ഈ മകനും മകളും 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവര് വന്നേ ഇല്ല. പപ്പയെ കാണാൻ അന്ന് വന്നിട്ട് പോയി, ഒന്നും ഇവിടെയൊക്കെ നിന്നിട്ട് പോയി എന്നല്ലാതെ പപ്പയ്ക്ക് ഇങ്ങനെ കൂടുതലായെന്ന് പറഞ്ഞപ്പോൾ മകളുടെ ഹസ്ബൻഡ് എന്നോട് പറയാണ് അതിന് കഴിഞ്ഞിട്ട് വരാന്ന്. ആർക്കെങ്കിലും സാധിക്കുമോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? എനിക്ക് അതിനകത്തൊന്നും യാതൊരു മടിയില്ല കേട്ടോ, ഇതൊക്കെ തുറന്നു പറയുന്നത്. ഇറ്റ് ഈസ് റോങ്. അങ്ങനെ എങ്ങനെയായാലും ഇത്രയും ഒരു അവസ്ഥയിലാണ് അച്ഛൻ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആരായാലും ഒന്ന് ഓടി വരണം. അച്ഛൻ മരിച്ചു പോയതിന് ശേഷം 2 ദിവസം ഈ മോർച്ചറി ഉണ്ടല്ലോ, വീട്ടിൽ വെക്കുന്ന മൊബൈൽ മോർച്ചറി, അതിൽ വെച്ചതിന് ശേഷമാണ് ലണ്ടനിലുള്ള അദ്ദേഹവും മറ്റേ മകളും ഒക്കെ വന്നത്. ഇറ്റ് വാസ് ടോട്ടലി റോങ്. അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ അച്ഛന്മാരിലും അമ്മമാരിലും ഒക്കെ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ അവിടെ എത്താൻ നോക്കണം. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജോലി പോകും എന്നുള്ള അവസ്ഥയായി. പ്രൈവറ്റ് കമ്പനിയല്ലേ, തിരിച്ചു വരണം എന്ന് തന്നെ അവർ പറഞ്ഞു. അല്ലെങ്കിൽ അരവിന്ദ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ജോലി രാജിവെച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു ആ ബോസ്. എന്താ ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു വരൂ, വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്, അതാണ് പറയുന്നത് ഗുരുത്വം എന്ന് പറയുന്നത്. 2 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. വന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാന്നുള്ള മട്ടിൽ എയർപോർട്ടിലേക്ക് വരുന്ന വഴിക്ക് ഫോൺ വന്നു, മോനെ തിരിച്ചു വന്നോളൂ, പപ്പ ഹാസ് ഗോൺ എന്ന് പറഞ്ഞു, അടുത്തുള്ള വീട്ടിലെ കസിൻ. അങ്ങനെയാണ് അരവിന്ദ് തിരിച്ചു വരുന്നു. ഒന്ന് കഴിയുന്നു. 2 ദിവസം കഴിഞ്ഞ് പപ്പയുടെ ക്രമേഷനെല്ലാം ഞങ്ങൾ നടത്തി. അപ്പം ഞാനും പെട്ടെന്ന് മദ്രാസിലായിരുന്നു. ഞാനും പെട്ടെന്ന് എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, എനിക്ക് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാൻ വരികയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്കിങ്ങനെ ആ പപ്പ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ രംഗം സ്നേഹിക്കുന്ന മക്കളല്ലേ, എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് ജീവനല്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ ജീവനായിട്ട് കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജീവനായിട്ട് കാണുന്ന ആ അച്ഛൻ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ കരഞ്ഞു തീർത്തു. പിന്നെ ഓക്കെ ആയി എല്ലാം. ഞങ്ങൾ തന്നെ, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ലാസ്റ്റ് റൈറ്റ്സ് ഒക്കെ ചെയ്തത്. ഹീ സെഡ് ഹീ വിൽ ഡു ഇറ്റ്. പക്കായിട്ട് ചെയ്യും എല്ലാം. അതായത് നല്ലപോലെ കുളിച്ച് പ്രാർത്ഥിച്ച്, ചിക്കൻ മീനൊന്നും കഴിക്കാൻ പാടില്ലല്ലോ, അതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഹീ ജസ്റ്റ് വെൻറ്റ് ആൻഡ് ജോയിൻ ബാക്ക്. ജോബിനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ നമ്മൾ ചിലവാക്കിയ ഈ ഹോസ്പിറ്റൽ പൈസയൊക്കെ നമ്മൾ ഇൻഷുറൻസിൽ നിന്ന് എടുക്കണമല്ലോ, അതൊരു പൈസ എൻ്റെ ഹസ്ബൻഡ് എടുത്തില്ല. എൻ്റെ അച്ഛൻ്റെ അല്ലേ, എനിക്കത് കുഴപ്പമില്ല, ലാസ്റ്റായിട്ട് ചെയ്തതല്ലേ. അത് 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അന്ന് 2012 കിട്ടാനുണ്ടായിരുന്നു. ഹി ഡിഡ്ന്റ് റൈറ്റ് ഇറ്റ്. അത് എടുത്തില്ല. അതങ്ങനെയാണ് അവർക്ക് അവർ പറയുന്ന. എനിക്കത് അച്ഛൻ്റെ ഒരു ഇതുള്ള മണിയല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും ഇന്നത്തെ ദിവസം ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് യൂട്യൂബ് ചാനലില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ആ ഓർക്കുന്നതൊന്നും എനിക്ക് ലോകത്തെ അറിയിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് അരവിന്ദിൻ്റെ പപ്പ ഇത്രയും നല്ലൊരു മകനെ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മകന്. അവർക്കും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അല്ലാന്നല്ല ഞാൻ പറയണ, ഞാൻ വെളുപ്പിക്കൽസും അതൊന്നും അല്ല. പക്ഷേ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്താനായിട്ട് സ്വന്തം അച്ഛന്മാർ
ജന്മം കൊടുത്ത അച്ഛന്മാർ തന്നെയാണ് ഏറ്റവും നല്ല ഡിസിപ്ലിനേറിയൻ ആവുക. ഓക്കെ, ഇനിയും ഇതിനകത്ത് കുറേ കഥകളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഹൗ പപ്പ വാസ് ബീൻ നോട്ട് ടേക്കൺ കെയർ ബൈ അമ്മ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ ലാസ്റ്റ് സ്റ്റേജൊക്കെ വന്നപ്പോഴും അവർക്കൊരു മടുപ്പും ഒക്കെ പോലെ തോന്നി. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 monthsേ കിടന്നിട്ടുള്ളൂ. അത് ഈ കഥയുടെ കൂട്ടത്തിൽ ഞാൻ പറയുന്നില്ല. വേറെ ഒരു ടേക്ക് അവേ ആയിട്ട് ഐ വിൽ കം ബാക്ക് സൂൺ. ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിങ് എൻ്റെ ലൈഫ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഞാൻ ഈ 100 ദിവസത്തെ കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ 100 ദിവസങ്ങളിൽ കൂടെ ഓരോരോ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഇത് എനിക്ക് ഇന്നത്തെ ദിവസം പപ്പയ്ക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തില്ല ബിക്കോസ് ഐ വാസ് ട്രാവലിംഗ്. നൗ യു നോ വെയർ ഐ എം സിറ്റിംഗ്. ഓക്കെ, ശരി, എന്നാൽ എല്ലാവരും കാണുക. എനിക്ക് ഒരു തംസ് അപ്പ് തരിക. അഭിപ്രായങ്ങൾ താഴെ എന്തായാലും എഴുതണം കേട്ടോ. ശരിയെന്ന്. ഓക്കെ, സീ യു അഗെയിൻ ടുമോറോ. ഇത്തിരി നീണ്ട എപ്പിസോഡായി പോയിട്ടോ, സോറി.